എല്ലാവർക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ഐസ്ക്രീമിൻ്റെ കാലിയായിട്ടുള്ള ബോക്സില്ലേ, അത് വെച്ചിട്ടാണ് നമ്മളിന്നൊരു റീയൂസ് ഐഡിയ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു ഓർഗനൈസറാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഐഡിയ കാണാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 3 ബോക്സാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു 1/2 ലിറ്ററിൻ്റെ വരുന്നതാണ് കേട്ടോ ഈ ഒരു കണ്ടെയ്നർ. പിന്നെ വേണ്ടത് ഇതുപോലത്തെ കാർഡ്ബോർഡിൻ്റെ റോഡാണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ലെങ്തി ആയിട്ടുള്ളത് ഉണ്ട് ഒരെണ്ണം. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ചന്ദനത്തിരിൻ്റെയൊക്കെ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കാണും ഇങ്ങനത്തെ റൗണ്ടിലുള്ളത്, അത് നിങ്ങൾക്ക് എടുക്കാം. അതല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കട്ടിയിൽ ചുരുട്ടിയിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് ഒരു റോഡ് പോലെ ആക്കിയെടുക്കുക. കലണ്ടറൊക്കെ കാണില്ലേ നമ്മൾ ചുരുട്ടിയിട്ട്, അതുപോലെ. അതുമില്ലെങ്കിൽ പൗഡർ ടിന്നൊക്കെ ചെറുതുണ്ടെങ്കിൽ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഒരു 2 പീസാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റോഡൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരേ വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ഒട്ടിക്കാൻ ഗ്ലൂ ഗൺ വേണം കേട്ടോ, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യത്തെ ആ ഒരു കണ്ടെയ്നർ വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡിൻ്റെ റോഡ് വെക്കുകയാണ്. അപ്പോൾ 2 സൈഡിലും നന്നായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഗം അപ്ലൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് വയ്ക്കുക. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അടുത്തത് വയ്ക്കുക, അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വളഞ്ഞു എന്നൊരു സംശയമുണ്ട് ഞാൻ ക്യാമറയിൽ നോക്കിയിട്ട്. എന്തായാലും ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്യണം കേട്ടോ. അതിനു മുമ്പ് ഞാൻ ഇതിനൊന്നും കൂടി ഉറപ്പിക്കാനായിട്ട് ചുറ്റിനും കുറച്ചൊക്കെ ഒന്ന് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ പുറം ഭാഗം മാത്രം പെയിൻറ്റ് ചെയ്താൽ മതിയെങ്കിൽ അതായാലും മതി. അല്ലെങ്കിൽ നമ്മുടെ വാഷി ടേപ്പ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ടേപ്പ് ഉണ്ടെങ്കിൽ അത് ചുറ്റിയെടുത്താലും മതി. അപ്പോൾ നമുക്ക് ഒട്ടിക്കുന്നതിൽ മുന്നേ വേണമെങ്കിൽ അങ്ങനെ പെയിൻറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഏത് പെയിൻ്റ് ആയാലും ഉപയോഗിച്ചാൽ മതി. അക്രിലിക് പെയിൻറ്റോ അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ജനലൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന ആ ഒരു പെയിൻറ്റില്ലേ, അതായാലും മതി. അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ്റോ ഏതെങ്കിലും വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്ന് കുറച്ച് ബട്ടർഫ്ലൈസിനെ കട്ട് ചെയ്തെടുത്തിട്ട് വെറുതെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈസൊക്കെ ഇഷ്ടമാവുമല്ലോ. അല്ലെങ്കിൽ വെറുതെ റൗണ്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ബിസ്ക്കറ്റിൻ്റെ ആ ഒരു കവറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഒട്ടിക്കാം കേട്ടോ, ഫോം ഷീറ്റില്ലെങ്കിൽ. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ബട്ടർഫ്ലൈനെ ഒന്നിങ്ങനെ മടക്കി പിടിച്ചിട്ട് നടുവിലൊന്ന് ചെറുതായി ചൂടാക്കി കൊടുത്തൊന്ന് കൈവച്ച് അമർത്തിയാൽ ഇങ്ങനെ 3D എഫക്റ്റിൽ ഇങ്ങനെ പറക്കുന്ന പോലെ നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒട്ടിക്കുന്നത്. നമ്മളന്ന് പൊട്ടിയ ഗ്ലാസിൻ്റെ ആ ഒരു ക്രാഫ്റ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ അങ്ങനെ കുറച്ചെണ്ണം ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കാം. ഇപ്പോൾ ഇത്രയ്ക്കൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ആ റോഡിലും കൂടെ നമുക്ക് 2 ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ഏറ്റവും താഴെ കുറച്ച് വെയിറ്റ് ഉള്ളത് വയ്ക്കുക നല്ലത്. അപ്പോൾ ഒരു ഗ്രിപ്പ് കുറച്ച് കിട്ടാൻ നല്ലതാണല്ലോ കുറച്ച് വെയിറ്റ് വരുമ്പോൾ. അപ്പോൾ അക്രിലിക് പെയിൻറ്റൊക്കെ വേണമെങ്കിൽ നമുക്കിതിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു ഓർഗനൈസറിൻ്റെ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതിലൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുതേ. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ ഇന്നലെ ഞാൻ ചിരട്ടയും തെങ്ങോലയൊക്കെ വെച്ചിട്ട് നല്ലൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. പിന്നെ പ്രാർത്ഥനാസ് വേൾഡ് സമയം കിട്ടുമ്പോൾ കാണും, അതിൽ കൊച്ചു വീഡിയോസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നാളെ വരാം മറ്റൊരു നല്ല ഐഡിയ ആയിട്ട്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.